എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഇതെന്താ മുരിങ്ങാക്കായ കാഴ്ചയെടുക്കുന്നത്. അപ്പൊ നമ്മ കഴിഞ്ഞ ദിവസം വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു മുരിങ്ങാക്കായുടെ. അപ്പൊ അന്ന് തുടങ്ങി നമ്മ ഇങ്ങനെ മൂത്തത് വിളവെടുക്കണേണ്. അപ്പൊ ഇന്ന് നമുക്ക് കുറച്ച് കടയിൽ കൊടുക്കാൻ വേണ്ടി വിളവെടുക്കണേണ്. അപ്പൊ കണ്ട ഇഷ്ടം പോലെ മുരിങ്ങാക്കായാണ് ഉണ്ടായേക്കണത്. ഇതിപ്പോ നമ്മുടെ കൈ എത്തിച്ച് പൊട്ടിക്കണ രീതിയിലാണ് മുരിങ്ങാക്കായ ഉണ്ടായേക്കണത്. അപ്പൊ ഞാൻ ഇന്ന് പറഞ്ഞിരുന്നില്ല, നമ്മ ഒരു ട്രിപ്പ് മുരിങ്ങാക്കായ ഉണ്ടായി കഴിഞ്ഞാൽ കംപ്ലീറ്റ് വെട്ടി നിർത്തി കഴിയുമ്പോ നമുക്ക് ഇതേപോലെ കൈ എത്തിച്ച് പൊട്ടിക്കണ രൂപത്തിൽ നമുക്ക് മുരിങ്ങാക്കായ പറിച്ചെടുക്കാം. പിന്നെ ഇതൊരു നല്ല വെറൈറ്റി മുരിങ്ങാക്കായാണ്. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള മുരിങ്ങാക്കായാണ്. ഇതിന്റെ അല്ലേ പൂവൊക്കെ തന്നെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ മുരിങ്ങ നടുമ്പോ നമുക്ക് കണ്ട ഇതേപോലെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം മുരിങ്ങ നടാനായിട്ട്. നമ്മ കറക്റ്റ് തന്നെ വെട്ടി നിർത്തിയാൽ മാത്രമേ നമുക്ക് ഇതേപോലെ മുരിങ്ങ കായ്ച്ച് കിട്ടുള്ളൂ. പിന്നെ മുരിങ്ങക്ക് നമുക്കറിയാലോ, പ്രത്യേകിച്ച് വെള്ളവും ഒന്നും വേണ്ടാത്താണ് മുരിങ്ങ. നമ്മ നനയ്ക്കാൻ വേണ്ട, വേനൽക്കാലത്ത് നനയ്ക്കാൻ വേണ്ട, പിന്നെ യാതൊരു വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീടായി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്കൊരു മുരിങ്ങ മരം എല്ലാവരും വെച്ച് പിടിപ്പിക്കണം. അപ്പൊ നമുക്കിന്ന് മുരിങ്ങാക്കായ ഇപ്പൊ നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമ്മളിപ്പോ മുരിങ്ങാക്കായ വിളവെടുക്കണേണ്. ഇതിൽ നിന്ന് മൂത്തതാണ് നമ്മ വിളവെടുക്കണം. അപ്പൊ അധികം മൂക്കരുതട്ടെ മുരിങ്ങാക്കായക്ക്. കണ്ട ഈ ഒരു സ്റ്റേജിലാണ് നമ്മ മുരിങ്ങാക്കായ എടുക്കേണ്ടത്. നല്ലോണം മൂത്ത് കഴിഞ്ഞാൽ മുരിങ്ങാക്കായക്ക് ടേസ്റ്റ് ഉണ്ടാവൂല. അപ്പൊ കണ്ട ഇത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള മുരിങ്ങാക്കായാണ്. കണ്ട ഇത്രയൊക്കെ ആയതാണ് നമ്മിപ്പോ വിളവെടുക്കണത്. ഇതിൽ ഒരുപാട് കായ്ച്ചിട്ടുണ്ട്. നമുക്ക് ഡെയിലി വിളവെടുക്കാൻ പറ്റിയ രൂപത്തിലാണ് മുരിങ്ങ കായ്ച്ചേക്കണത്. നമ്മ സൂക്ഷിച്ച് പറിച്ചില്ലെങ്കിൽ എന്താന്നാ നമ്മുടെ പൂക്കളും കൊഴിഞ്ഞു പോകും. പിന്നെ ഉണ്ടായി വന്ന ചെറിയ കായകളും വീഴും. അതുകൊണ്ട് മുരിങ്ങാക്കായ പറിക്കുമ്പോ നമ്മ വളരെ ശ്രദ്ധിച്ച് വേണം പറിക്കാനായിട്ട്. നമ്മ തോട്ടിയൊക്കെ വെച്ച് പറിക്കുമ്പോ കമ്പ് തന്നെ ഒടിഞ്ഞു പെട്ടെന്ന്. മുരിങ്ങ മരത്തിന്ന് പറഞ്ഞ ഒട്ടും ബലമില്ലാത്തൊരു മരമാണല്ല. അപ്പൊ അതാണ് എപ്പോഴും നമ്മ വെട്ടി നിർത്തണം എന്ന് പറയണത്. നമ്മ പൊക്കത്തിലോട്ട് പോയി കഴിഞ്ഞാല് മുരിങ്ങ മരത്തുമ്പോ നമുക്ക് കേറി പറിക്കാനൊന്നും പറ്റൂല. വെട്ടി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് ഇതേപോലെ വിളവെടുക്കാം. നമുക്ക് ലാഡറൊക്കെ വെച്ച് കയറി നിന്ന് നമുക്ക് വിളവെടുക്കാം. അപ്പൊ നമ്മുടെ ഒരു കായ പോലും നമ്മുടെ പോകുകയുമില്ല. അപ്പൊ നമുക്കിനി ഈ കമ്പില മുരിങ്ങാക്കായൊക്കെ പറിക്കാട്ടാ. കണ്ട നമ്മുടെ ഈ പറമ്പിക്ക് കയറുന്ന ഗേറ്റിന്റെ അവിടെ തന്നെയാണ് മുരിങ്ങ മരം നട്ടേക്കണത്. ഇത് ഗേറ്റിന് പുറത്തേക്കാണ് ഇത് കാഴ്ചയൊക്കെ കിടക്കണ കമ്പുകൾ കണ്ട. അപ്പൊ അതുകൊണ്ട് കാണാൻ നല്ല ഭംഗിയാണ് കാഴ്ച കിടക്കണ കാണാൻ തന്നെ. മുരിങ്ങാക്കായുടെ വെയിറ്റ് കൊണ്ട് ഈ കമ്പുകളൊക്കെ ഇങ്ങനെ താഴേക്ക് തൂങ്ങി നിക്കണ് കണ്ട. ഇതൊക്കെ നമുക്കിനി കയ്യെത്തിച്ച് ഇങ്ങനെ പൊട്ടിക്കണ വിധത്തിൽ നിക്കണ. ഇനി ഇതുമേല് പൂവ് ഇപ്പോഴും ഇട്ടോണ്ടിരിക്കണ്ട കേട്ടോ. പൂവും കായൊക്കെ ഇനിയും ഇട്ടോണ്ടിരിക്കണ്ട്. ഇതുമേല് ഒട്ടുമിക്ക സമയത്ത് മുരിങ്ങാക്കായ ഉണ്ടാവും കേട്ടോ. ഇടക്കിടക്ക് നമുക്ക് കായും പൂവൊക്കെ കിട്ടണാണ്. പൂക്കൾ എപ്പോഴും ഉണ്ടാവും. അപ്പൊ നമ്മ അടുത്ത കമ്പില കായ പറിക്കണേണ്. കണ്ട അതെല്ലാം തന്നെ വിളവെടുക്കാനായിട്ട് പല വലിപ്പത്തിലുള്ള കായകളാണ് കേട്ടാ. ഓരോ വലിപ്പമില്ല, പല പല വലിപ്പമാണ് മുരിങ്ങാക്കായ. അപ്പൊ ഈ കമ്പിൽ കണ്ട ഒരുപാട് മൂത്ത കിടക്കണ മുരിങ്ങാക്കായ ഉണ്ട്. അപ്പൊ കണ്ട ഇതുമേലത്തെ ഒരു ആദ്യം ഉണ്ടായ കമ്പിലെ കായാണ്. അതുകൊണ്ട് തന്നെ എല്ലാതെ തന്നെ മൂത്തെടുക്കണേ. അപ്പൊ മുരിങ്ങ നമ്മില്ല പൂക്കണ. ഇപ്പൊ ഈ പൂവുള്ള ടൈമില് നമ്മ ചെറിയ കമ്പ് നട്ടാ വരെ നമുക്ക് പെട്ടെന്ന് തന്നെ കായ ഉണ്ടായി കിട്ടും. മുരിങ്ങ പൂത്ത് നിക്കണ ടൈമിൽ വേണം നമ്മ അതിന്റെ കൊമ്പ് എടുത്ത് നടാനായിട്ട്. അപ്പൊ ചെറിയ കൊച്ചു കമ്പ് നട്ടാ വരെ നമുക്ക് അടുത്ത വർഷം തന്നെ മുരിങ്ങാക്കായ പറിക്കാം. നമ്മ എപ്പോഴും വലിയ മരമാവും എന്നൊന്നും വിചാരിക്കണ്ട. നമുക്കിത് പ്രൂൺ ചെയ്ത് എത്തിക്കഴിഞ്ഞാല് നമുക്ക് ചെറുതാക്കി വളർത്താം. എല്ലാവരും മുരിങ്ങക്ക് ഒരുപാട് സ്ഥലം വേണമെന്ന് പറഞ്ഞിട്ട് ചെടി മുരിങ്ങ പോലുള്ളതൊക്കെയാണ് എല്ലാവരും നടണത്. പക്ഷെ കമ്പ് നട്ടതിനാ പെട്ടെന്ന് തന്നെ നമുക്ക് മുരിങ്ങക്കായ പറിച്ചെടുക്കാം. അതും പൂവിടണ ടൈമിലാണ് മുരിങ്ങ നമ്മ നടേണ്ടത്.
അപ്പൊ നമ്മ വിളവെടുത്ത മുരിങ്ങാക്കായാണ്. ഇനിയും മുരിങ്ങാക്കായ കുറെ പറിക്കാനുണ്ട്. അപ്പൊ ഇതിപ്പോ നമുക്ക് കടയിൽ കൊടുക്കാനുള്ള മുരിങ്ങാക്കായാണ്. കണ്ട ഇഷ്ടം പോലെ കായ കിട്ടിയിട്ടുണ്ട്. നമ്മ ഇനിയും ഇങ്ങനെ വലുതാകണ മാത്രമാണ് നമ്മ വിളവെടുക്കണത്. അപ്പൊ മുരിങ്ങാക്കായക്ക് നല്ല വിലയായിരുന്നു കേട്ടാ. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് 400 രൂപ വില ഉണ്ടായിരുന്നതാണ്. ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പൊ മുരിങ്ങാക്കായൊക്കെ നട്ടു പിടിപ്പിച്ച് കഴിഞ്ഞാല് നമുക്ക് അതിന്റെ ഇലയും പൂവും കായൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് ഗുണങ്ങളുള്ളതാണ് മുരിങ്ങക്കായ. അപ്പൊ നമ്മ വീടായാല് ഒരു മുരിങ്ങ മരം വെച്ച് പിടിപ്പിക്കണം. സ്ഥലം ഇല്ലാത്തവർക്ക് ടെറസിൽ നമുക്ക് വെച്ച് പിടിപ്പിക്കാം. ടെറസിലൊക്കെ ഒരുപാട് പേര് കൃഷി ചെയ്യുന്നുണ്ട് മുരിങ്ങക്ക. നമുക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള ഇലയും പൂവും കായൊക്കെ കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ഒരു മുരിങ്ങ മരമൊക്കെ നടണം. മുരിങ്ങയുടെ നമുക്ക് കമ്പ് നടാം, അതേപോലെ വിത്ത് പാകി മുളപ്പിച്ച് നടാം. പിന്നെ ചെടി മുരിങ്ങയുടെ തൈകൾ നമുക്ക് മേടിക്കാൻ കിട്ടുമല്ലോ. അപ്പൊ അതൊക്കെ നട്ടു കൊടുക്കാം. അപ്പൊ നമുക്കിതൊന്ന് ഒരെണ്ണം നമുക്ക് ഒടിച്ച് കാണിച്ചു തരാം കേട്ടാ. അപ്പൊ കണ്ട നല്ല എളുപ്പം മുരിങ്ങക്കായാണ്. കണ്ട കുരുവൊക്കെ ആയി വന്നുള്ളൂ. അപ്പൊ ഈ ഒരു സ്റ്റേജിലാണ് ഭയങ്കര ടേസ്റ്റ് മുരിങ്ങക്കായ്ക്ക്. കുരു ശരിക്കായി കഴിഞ്ഞാല് ടേസ്റ്റ് കുറച്ച് കുറയും. അപ്പൊ എല്ലാവരും ഒരു മുരിങ്ങ മരമൊക്കെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കണം. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.